മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഴക്കാലമായതോടെ ഉൾക്കാട്ടിലെ ആദിവാസി കുടുംബങ്ങളുടെ ദുരിതയാത്രയും തുടങ്ങി. മതിയായ യാത്രാ സൗകര്യക്കുറവാണ് കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്നത്. മേഖലയിലെ മിക്ക ആദിവാസി നഗറുകളും പുഴയ്ക്ക് അക്കരെയാണ്. മഴക്കാലത്ത് കുത്തൊഴുക്കുള്ള പുഴകൾ കടന്നു വേണം ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ പൂവത്തിപ്പൊയിൽ ആനമറി പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപക നാശനഷ്ടം വരുത്തി. ആനമറിയിലെ മുളയമ്പറമ്പിൽ സൈനബ, പുഞ്ചക്കൊല്ലി കുമാരദാസൻ എന്നിവരുടെ വീടുകളുടെ അടുക്കള ഭാഗമാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. ജനജീവിതം ദുസ്സഹമാക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ച് CPM. സംസ്ഥാനത്ത് ജില്ലാ തലത്തിലും ഏരിയ കേന്ദ്രങ്ങളിലും പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 30ഓളം കോഴികൾ ചത്തു. കരുളായി കൊട്ടുപാറയിലെ പഴയടത്ത് ഉമ്മറിന്റെ നാടൻ കോഴികളാണ് ചത്തത്. പരിസ്ഥിതി ദിനാചരണത്തിൽ വ്യത്യസ്തമായ പദ്ധതിയുമായി ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ. കരുളായി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് ഭൂമിക്കുത്തിൽ ചക്ക ഉൽപാദനം വർദ്ധിപ്പിക്കാനായി ചക്ക ഗ്രാമം പദ്ധതിയാണ് വാർഡ് മെമ്പർ ഷുഹൈബ് മൈലമ്പാറ തുടക്കം കുറിച്ചത്. വാർത്തകൾ വിശദമായി. മഴക്കാലമായതോടെ ഉൾക്കാട്ടിലെ ആദിവാസി കുടുംബങ്ങളുടെ ദുരിതയാത്രയും തുടങ്ങി. മതിയായ യാത്രാ സൗകര്യക്കുറവാണ് കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്നത്. മേഖലയിലെ മിക്ക ആദിവാസി നഗറുകളും പുഴയ്ക്ക് അക്കരെയാണ്. മഴക്കാലത്ത് കുത്തൊഴുക്കുള്ള പുഴകൾ കടന്നു വേണം ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ. മേഖലയിലെ മിക്ക ആദിവാസി നഗറുകളും പുഴയ്ക്ക് അക്കരെയാണ്. മഴക്കാലത്ത് കുത്തൊഴുക്കുള്ള പുഴകൾ കടന്നു വേണം ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടുവാൻ. 2009 മഹാപ്രളയത്തിലാണ് പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള പുഞ്ചക്കൊല്ലി കടവിലെ പാലം പൂർണ്ണമായും തകർന്നത്. പുഞ്ചക്കൊല്ലി, അളക്കൽ നഗറുകളിലെ 106ഓളം കുടുംബങ്ങളെ ഈ പാലമാണ് നാട്ടിൻപുറവുമായി ബന്ധപ്പെടുത്തിയിരുന്നത്. കുട്ടികളെ സ്കൂളിൽ വിടുവാനും ആശുപത്രിയിൽ ചികിത്സ തേടുവാനും വീട്ടു സാധനങ്ങൾ വാങ്ങുവാനും ഈ പാലമായിരുന്നു ആശ്രയം. പാലം തകർന്നതോടെ പുതിയ പാലത്തിനായി ഇവർ ഏറെ മുഴവിളി കൂട്ടി. പുതിയ പാലത്തിനായി ബോറിംഗ് പ്രവൃത്തി നടത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതല്ലാതെ മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല. മുള കൊണ്ട് ചങ്ങാടം നിർമ്മിച്ചാണ് ഇവർ ഇപ്പോൾ പുന്നപ്പുഴ കടക്കുന്നത്. മഴക്കാലത്ത് മലവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് പലതവണ ചങ്ങാടം തകർന്നു. അത്ഭുതകരമായാണ് ജീവൻ നഷ്ടപ്പെടാതെ പലരും രക്ഷപ്പെട്ടു വരുന്നത്. അയൽ സംസ്ഥാനത്ത് നിന്നും ഉൾക്കാടിലൂടെയാണ് പുന്നപ്പുഴ കടന്നു വരുന്നത്. പ്രദേശത്ത് മഴയില്ലെങ്കിലും ഉൾക്കാട്ടിലോ അയൽ സംസ്ഥാനത്തോ മഴ പെയ്താൽ പുഴയിൽ പൊടുന്നനെ മലവെള്ളപ്പാച്ചിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ പുന്നപ്പുഴയിലൂടെ ചെങ്ങാടത്തിലൂടെയുള്ള യാത്ര ഏറെ അപകടം നിറഞ്ഞതാണ്. സ്കൂൾ തുറന്നതോടെ കുട്ടികളെ തോളിലേറ്റിയും കൈപിടിച്ചുമാണ് രക്ഷിതാക്കൾ പുഴ കടത്തുന്നത്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ പൂവത്തിപ്പൊയിൽ ആനമറി പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപക നാശനഷ്ടം വരുത്തി. ആനമറിയിലെ മുളയമ്പറമ്പിൽ സൈനബ, പുഞ്ചക്കൊല്ലി കുമാരദാസൻ എന്നിവരുടെ വീടുകളുടെ അടുക്കള ഭാഗമാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. ഭാഗികമായി തകർന്ന അടുക്കളകളിൽ ഉണ്ടായിരുന്ന ഭക്ഷ്യസാധനങ്ങളും ആനകൾ നശിപ്പിച്ചിട്ടുണ്ട്. പൂവത്തിപ്പൊയിൽ ഡീസന്റ് കുന്നിൽ പുൽപ്പം തൊടി അബ്ദുൽ ജലീലിന്റെ 500ഓളം വാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. കൂടാതെ രാമത്തുപറമ്പിൽ രാമചന്ദ്രൻ, പുലിയോടൻ ജാഫർ എന്നിവരുടെ കൃഷികളും കാട്ടാനക്കൂട്ടം തകർത്തിട്ടുണ്ട്. പ്രദേശത്ത് കാട്ടാനക്കൂട്ടം വൻ ഭീതിയാണ് പരത്തുന്നത്. ഇവിടെ ഇപ്പൊ കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇപ്പൊ വാഴയുണ്ട്. ഇപ്പൊ ആന 2-3 ദിവസം കൊണ്ട് കയറി ഇതെല്ലാം നശിപ്പിച്ച് ചെയ്യാൻ പോയി. ഇവിടെ ഫെൻസിങ് ഉണ്ടെങ്കിലും ഉപയോഗമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ കാറ്റടിച്ചതെന്നൊക്കെ പറഞ്ഞ് അവിടെ ലൈനൊക്കെ പോയി കിടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ തന്നെ പേടിയായ അവസ്ഥയിലാണ്. ആന നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വാഴ 10,000-ഓളം വാഴ ഉണ്ട്. ഇത് മുഴുവനും ആന നശിപ്പിച്ചു. ഫെൻസിങ് ഒക്കെ ശരിയാക്കിയിട്ടില്ലെങ്കിൽ ഇതിൽ കൃഷി ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥ. ലോണൊക്കെ എടുത്തിട്ട് കൃഷി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും നടപടി സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത്.
നെല്ലിക്കുത്ത് വനാതിർത്തി പ്രദേശത്ത് വനം വകുപ്പ് തൂക്കുവേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ മാസം ഉണ്ടായ അതിശക്തമായ കാറ്റിൽ മരങ്ങൾ പൊട്ടിവീണ് ഫെൻസിംഗ് തകർന്നു കിടക്കുകയാണ്. ഈ ഭാഗത്തുകൂടിയാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇറങ്ങുന്നത്. ആനമറി നെല്ലിക്കുത്ത് വനാതിർത്തിയിൽ 600 മീറ്ററോളം ഭാഗത്ത് ഫെൻസിംഗ് നടത്തിയിട്ടുമില്ല. ഇവിടെ നിരന്തരമായി കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങി കൃഷിനാശവും ജീവന ഭീഷണിയും ഉയർത്തുകയാണ്. നെല്ലിക്കുത്ത് ഫോറസ്റ്റർ രാജേഷിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ കണക്കാക്കി. ആനമുറി ഭാഗത്ത് അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നാളെ തന്നെ ഫെൻസിംഗ് പ്രവൃത്തി ആരംഭിക്കുമെന്നും പൂതിപ്പൊയിൽ ഡീസന്റ് കുന്ന് ഭാഗത്തുള്ള തകർന്ന ഫെൻസിംഗ് നന്നാക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും വനപാലകർ അറിയിച്ചു. ജനജീവിതം ദുസ്സഹമാക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ച് CPM. സംസ്ഥാനത്ത് ജില്ലാതലത്തിലും ഏരിയ കേന്ദ്രങ്ങളിലും പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. നിലമ്പൂരിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനഭ ഉദ്ഘാടനം ചെയ്തു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കാതെ അവർ കേന്ദ്ര ഗവൺമെന്റ് അല്പസമയം ഒരു വിശ്രമം ഈ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. 2014 അധികാരത്തിൽ വരുമ്പോൾ കേന്ദ്ര BJP ഭരണപത്രികയിലൂടെ ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 50 രൂപക്ക് പെട്രോളും 35 രൂപക്ക് ഡീസലും ഒക്കെ വിതരണം ചെയ്യും എന്നാണ്. പക്ഷെ ഇന്നിപ്പോ 115 രൂപയിലാണ് പെട്രോൾ എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പെട്രോളിനും ഡീസലിനും നേരത്തെ വലിയ വില വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോ പെട്രോളിന്റെ ഒപ്പം തന്നെ മത്സരിച്ച് ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുകയാണ്. കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി K മോഹനൻ, E പത്മാക്ഷൻ, P ശിവാത്മജൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളും പ്രവർത്തകരും നേതൃത്വം നൽകി. സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധവുമായാണ് CPMന്റെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 30ഓളം കോഴികൾ ചത്തു. കരുളായി കൊട്ടുപാറയിലെ പഴയടത്ത് ഉമ്മറിന്റെ നാടൻ കോഴികളാണ് ചത്തത്. നാടൻ കോഴി, ആട് എന്നിവയെ വളർത്തി വിറ്റ് ഉപജീവനം നടത്തുന്നയാളാണ് രോഗിയായ ഉമ്മർ. ഒറ്റ രാത്രി കൊണ്ടാണ് മുഴുവൻ കോഴികളെയും അജ്ഞാത ജീവി കൊലപ്പെടുത്തിയത്. ചില കോഴികളെ പാതി ഭക്ഷിക്കുകയും ചിലതിന്റെ കാൽ, തല എന്നീ അവയവങ്ങൾ കടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വീടിനോട് ചേർന്ന് നിർമ്മിച്ച ഷെഡിനുള്ളിലാണ് കോഴിക്കോട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനകത്ത് കയറിയാണ് കോഴികളെ പിടികൂടിയിട്ടുള്ളത്. 1 വർഷം മുൻപ് സമാനമായ രീതിയിൽ കോഴികൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതോടെ തന്റെ പ്രധാന വരുമാനം നിലച്ചതായി ഉമ്മർ പറഞ്ഞു. ഇത് രാത്രിയിൽ സംഭവിച്ചതാണ്, എന്താന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു 10-20 കോഴികൾ മുട്ടയിടുന്നതുകൊണ്ട് മുട്ടയിടാത്തതുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ കടിച്ച് പൊളിച്ച് ആകെ വൃത്തികേടാക്കി ചത്തിക്കുന്നു. തലല്ലാത്തവരുണ്ട്, തലല്ലവരുണ്ട്. അതന്നെയാണ് സംഭവം. ഒരു 10-13 കൊല്ലമായിട്ട് ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. നാടൻ കോഴികളാണ്, മുട്ടക്കോഴികളൊന്നുമല്ല. അപ്പോൾ ഇതിന് നമ്മളെ ഒരു മാർഗ്ഗതേനി, നമ്മളൊരു പെൻഷൻ പറ്റുന്നൊരു രോഗിയാണ്, പെൻഷൻ വാങ്ങുന്നുണ്ട്. പിന്നെ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളെ വരുമാനം എന്നത് നമുക്ക് ഇതേ കജ്ജുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു 5-8 ആടുകളും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളെ കച്ചവടം. ഇതിൻ്റെ മുന്നേ ഒരു 18 കോഴികളെ കാല് കൊണ്ടുപോയി. ഹോട്ടലൊക്കെ കടണ്ടേനി ഒറ്റക്കാല്. അതൊരു വലത്തേക്കാല് മാത്രം. ഒരു 4-5 കോഴിൻ്റെ ഇടത്തേക്കാലും കൊണ്ടുപോയി. ബാക്കിയൊക്കെ വലത്തേക്കാലും കൊണ്ടുപോയി. വനം മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിൽ വ്യത്യസ്തമായ പദ്ധതിയുമായി ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ. കരുളായി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് ഭൂമിക്കുത്തിൽ ചക്ക ഉൽപാദനം വർദ്ധിപ്പിക്കാനായി ചക്കഗ്രാമം പദ്ധതിയാണ് വാർഡ് മെമ്പർ ഷുഹൈബ് മൈലമ്പാറ തുടക്കം കുറിച്ചത്. അതിന്റെ ഭാഗമായി അത്യുൽപാദന ശേഷിയുള്ള 400-ൽ പരം പ്ലാവിൻ തൈകൾ വാർഡിലുള്ളവർക്ക് സൗജന്യമായി നൽകി. ഇതിന്റെ ഭാഗമായി അത്യുൽപാദന ശേഷിയുള്ള 400-ൽ പരം പ്ലാവിൻ തൈകൾ വാർഡിലുള്ളവർക്ക് സൗജന്യമായി നൽകി. സംസ്ഥാന ഫലമായ ചക്കയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാരിന്റെയോ മറ്റ് ഏജൻസികളുടെയോ സഹായമില്ലാതെ വാർഡ് മെമ്പർ സ്വന്തമായി പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നഴ്സറികളിൽ ഒന്നായ കൊണ്ടോട്ടി ചിറയിൽ ഗാർഡനിൽ നിന്നാണ് ബഡ് ചെയ്ത 500 തേൻവരിക്ക പ്ലാവിൻ തൈകൾ വാർഡിലെത്തിച്ചത്. 470 വീടുകളാണ് ഭൂമികുത്ത് വാർഡിലുള്ളത്. എല്ലാ വീട്ടിലേക്കും സൗജന്യമായാണ് പ്ലാവിൻ തൈകൾ നൽകിയത്. പരിസ്ഥിതി ദിനത്തിന്റെ മുന്നോടിയായാണ് ഇവ വാർഡിലുള്ളവർക്ക് വിതരണം ചെയ്തത്.
പരിസ്ഥിതി ദിനത്തിൽ ലക്ഷക്കണക്കിന് തൈകൾ നട്ടുപിടിപ്പിക്കാറുണ്ടെങ്കിലും തുടർ പരിപാലനമില്ലാതെ അവ നശിച്ചു പോകുന്നതാണ് സാധാരണ കണ്ടുവരാറുള്ളത്. നൽകുന്ന തൈകൾ നല്ല രീതിയിൽ ഉടമകൾ പരിചരിക്കുന്നതിനായിട്ടാണ് വിലപിടിപ്പുള്ള തേൻവരിക്ക ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈകൾ നൽകിയത്. പദ്ധതിയിലൂടെ ഹരിത സമൃദ്ധിയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ലക്ഷ്യമിടുന്നുണ്ട്. ഓരോ വീട്ടിലും ഒരു പ്ലാവ്, ഓരോ മനസ്സിലും ഒരു പച്ചപ്പിന്റെ പ്രതീക്ഷ എന്ന സന്ദേശവുമായാണ് വാർഡിൽ ചക്കഗ്രാമം പദ്ധതിക്ക് ഷുഹൈബ് തുടക്കമിടുന്നത്. ചക്ക വിപണനത്തിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലൂടെ വരുമാനവും ലക്ഷ്യമിടുന്നുണ്ടെന്ന് ഷുഹൈബ് പറഞ്ഞു. പദ്ധതിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഷുഹൈബ് മേലമ്പാറ നിർവഹിച്ചു. കരുളായി ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ നിരവധിയായ സ്വപ്ന പദ്ധതികളാണ് നമ്മൾ മുന്നിലുള്ളത്. അതിൽ ഇപ്പോൾ 6 മാസമേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഭാഗമായി നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു ചക്കഗ്രാമ പദ്ധതിയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അനേകായിരം തൈകൾ നമ്മൾ പരിസ്ഥിതി ദിനത്തിൽ നടാറുണ്ട്. എന്നാൽ അതിൻ്റെ ഒന്നും ഫോളോ അപ്പ് ഉണ്ടാവാത്ത ഇത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായി ജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട്, വാർഡിലെ ജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് ഒരു ഫലവൃക്ഷ തൈ കൊടുക്കുകയും അത് പ്ലാവാകുക, കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലവൃക്ഷമാകുക എന്നുള്ളതും നമ്മുടെ ഒരു സ്വപ്നമാണ്. അതുവഴി നമ്മുടെ വാർഡിനെ ചക്കഗ്രാമമാക്കി മാറ്റുകയും ആ ചക്കഗ്രാമം എന്നതിന് നമ്മൾ വെറുതെ ഒരു തൈ നട്ടു പോകുന്നതിന് പകരം ഇതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ആ ഉൽപ്പാദനത്തിലൂടെ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഈ വാർഡിൽ തന്നെ ഉണ്ടാക്കുകയും അതിന് നമ്മുടെ സാധാരണക്കാരായ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തൊഴിൽ സംരംഭം എന്ന രീതിയിൽ വളർത്തിക്കൊണ്ടു വരിക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു തുടർ ചിന്തയിലുള്ളതാണ്. ഇതുപോലെയുള്ള നിരവധിയായ പദ്ധതികൾ നമ്മുടെ മനസ്സിലുണ്ട്. മുൻ മെമ്പർ കെ മനോജ് അധ്യക്ഷനായി. ചിറയിൽ ഗാർഡൻ കൃഷി ഓഫീസർ മുഹമ്മദ് ആത്തിഫ് ക്ലാസ് എടുത്തു. ചിറയിൽ ഗാർഡൻ മാനേജിംഗ് ഡയറക്ടർമാരായ കോയമ്മു മൈമൂന, ബി വേണുഗോപാൽ, ഇയാസ് പനോളി, CP സഫർ അലി, വി വേലായുധൻ, പി ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിലെത്തിയവർക്ക് ചക്കപ്പുഴുക്കും വിതരണം ചെയ്തു. മോണോ ആക്ടിൽ ജില്ലാതലത്തിൽ സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയ ഫൈഹ കറുത്തേടത്തിന്റെ പ്രകടനവും അരങ്ങേറി. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിൽ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പ്ലാവിൻ തൈ നൽകി ആദരിക്കുകയും ചെയ്തു. കൊണ്ടോട്ടി കീഴശ്ശേരിയിൽ അപൂർവ ഇനം പാമ്പിന്റെ കടിയേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയായിരുന്ന 1-ാം ക്ലാസ് വിദ്യാർത്ഥി മരണപ്പെട്ടു. മങ്കട മേലെ അരിപ്ര പാലക്കൽ നൗഫലിന്റെ മകൻ നസലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. അരിപ്ര മേൽമുറി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നസൽ. ദിവസങ്ങൾക്ക് മുൻപ് പാമ്പ് കടിയേറ്റ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിലായിരുന്നു. ശ്രീലങ്കൻ വിഭാഗത്തിൽപ്പെട്ട പ്രത്യേക ഇനം പാമ്പാണ് കുട്ടിയെ കടിച്ചതെന്നാണ് മെഡിക്കൽ സംഘം സ്ഥിരീകരിച്ചത്. ഈ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളുടെ വിഷത്തിനുള്ള ആന്റിവെനം നിലവിൽ ഇന്ത്യയിൽ ലഭ്യമായിരുന്നില്ല. ഇത് ചികിത്സയെ പ്രതികൂലമായി ബാധിച്ചു. കൊണ്ടോട്ടി കിഴിശ്ശേരിയിലുള്ള ഉമ്മയുടെ വീട്ടിൽ വെച്ചാണ് കുട്ടിയെ പാമ്പ് കടിച്ചത്. കുടുംബത്തോടൊപ്പം വിനോദയാത്ര പോകുവാനുള്ള ഒരുക്കങ്ങൾക്കിടെ പുലർച്ചെ കുട്ടി വീടിന് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്. സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം ഒരുക്കി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ഇതിനായി 13 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് നീക്കിവെച്ചിട്ടുള്ളത്. ജനറൽ വിഭാഗത്തിന് 10 ലക്ഷവും SC/ST വിഭാഗത്തിന് 3 ലക്ഷവുമാണ് വകയിരുത്തിയിട്ടുള്ളത്. ഫണ്ട് നീക്കാതെ വരുന്ന സാഹചര്യമുണ്ടായാൽ ആവശ്യമായ ഫണ്ടും നൽകും. വാളന്തോട് ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂൾ, മൂലേപ്പാടം ഗവൺമെന്റ് LP സ്കൂൾ, ഇടിവണ്ണ ഗവൺമെന്റ് LP സ്കൂൾ, എരഞ്ഞമങ്ങാട് ഗവൺമെന്റ് UP സ്കൂൾ, മൈലാടി ഗവൺമെന്റ് UP സ്കൂൾ, പെരുമ്പത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ, കോണമുണ്ട ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു കുട്ടിക്ക് 16 രൂപയാണ് പ്രഭാത ഭക്ഷണത്തിനായി ചിലവഴിക്കുക. ഇടിവണ്ണ ഗവൺമെന്റ് LP സ്കൂളിൽ പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോണിക്കടവൻ ഷൌക്കത്ത്, വാർഡംഗം സഹില കമ്പാടം, പ്രധാനാധ്യാപകൻ മനോജ് എന്നിവർ സംസാരിച്ചു. മറ്റു സ്കൂളുകളിലെ ഉദ്ഘാടനം വാർഡംഗങ്ങൾ നിർവഹിച്ചു. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തുന്നതിനായി ADM CS രാജേഷിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് ട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നതിനും മത്സ്യബന്ധനം നടത്തുന്നതിനും കർശന വിലക്കുണ്ടായിരിക്കും. ജൂൺ 9 അർദ്ധരാത്രി 12 മുൻപായി എല്ലാ ട്രോളിംഗ് ബോട്ടുകളും ഹാർബറുകളിൽ പ്രവേശിക്കണം. നിരോധനം അവസാനിക്കുന്ന ജൂലൈ 31 അർദ്ധരാത്രിക്ക് ശേഷം മാത്രമേ ബോട്ടുകൾക്ക് മത്സ്യബന്ധനത്തിനായി പുറപ്പെടുവാൻ അനുമതിയുള്ളൂ. കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്യസംസ്ഥാന ബോട്ടുകൾ ജൂൺ 9 മുൻപായി കേരള തീരം വിട്ടു പോകേണ്ടതാണെന്നും ADM അറിയിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ഇൻബോർഡ് വള്ളങ്ങൾക്ക് ഒരു കാരിയർ വള്ളം മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. 2 വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള പെയർ ട്രോളിംഗ് അല്ലെങ്കിൽ ഡബിൾ നെറ്റ് ഉപയോഗിച്ചുള്ള
മത്സ്യബന്ധനം കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ലംഘിച്ചാൽ 1980 കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കും. വളർച്ചയെത്താത്ത ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നത് ശിക്ഷാർഹമാണ്. എല്ലാ യാനങ്ങളിലും രജിസ്ട്രേഷൻ മാർക്ക് ഉണ്ടായിരിക്കണം. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന യാനങ്ങൾ മതിയായ സുരക്ഷാ ഉപകരണങ്ങളും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ലൈസൻസ്, ആധാർ കാർഡ് തുടങ്ങിയ രേഖകളും കരുതേണ്ടതാണെന്നും ADM അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.